അപ്പോൾ അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് രാമനാട്ടുകര പാറങ്ങൽ റോഡ്, നമ്മളെ ഒരു പിന്നെ പോലീസുകാരൻ പ്രജിത് സാർ എന്ന് പറഞ്ഞ സാറിൻ്റെ വീട്ടിലാണ് ഉള്ളത്. സാറ് ഒരു പാമ്പുണ്ട്, വെള്ളിക്കട്ടൻ എന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. ഞാനിവിടെ വന്ന് നോക്കി, വെള്ളിക്കട്ടൻ അല്ല, അത് ട്രിങ്കറ്റ് സ്നേക്ക് എന്ന് പറയും, കാട്ടുപാമ്പ്. ഇതിൻ്റെ ഉള്ളിലുണ്ട് സാധനം ഉണ്ട്. ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇപ്പോൾ എടുക്കും. അപ്പോൾ ഞാൻ എടുത്താട്ടോ, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, നിങ്ങൾ അവിടെ നോളിട്ടോ. ആള് ഇവിടെ നിന്ന് ഞാൻ അങ്ങോട്ട് പോയിരുന്നു. അത് നടക്കാതിൻ്റെ ഉള്ളിൽ ഇവിടെ മൂപ്പരുണ്ടാവും, ജെൻ്റെ എടുക്കാണ്. മൂപ്പരം ഇങ്ങനെ പോകാനൊക്കെ സാധ്യത ഉണ്ട്. അവിടെ പോയി നിൽക്കുന്നുണ്ട്, അതിൻ്റെ ഉള്ളിൽ പോയി നിൽക്കുക. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇപ്പം സംസാരിക്കുന്നൊക്കെ മൂപ്പര് കേട്ടിട്ടുണ്ടാവും. അങ്ങോട്ട് പോകില്ലല്ലോ അല്ലേ, ഇവിടെ വരല്ലോ ഈ ലാസ്റ്റ് അത്രേ ഉള്ളൂ, അവിടെ ഇല്ല. അപ്പൊ നമുക്ക് ഇവിടെ ഒന്ന് നോക്കാം. അതൊന്നും കുഴപ്പമില്ല, ഇത് ഇവിടെ നോട്ടെ. ഈ ഡോർ തുറക്കല്ലേ? ആളവിടെ ഉണ്ട്, അതിന്റെ ഉള്ളിൽ അവിടെ ഇങ്ങനെ നിൽക്കുക. അപ്പം വേണം നമുക്ക് ഇത് തുറക്കാം. ഞാൻ തുറന്നോളാം, നിങ്ങൾ അവിടെ വിളിച്ചോ. ഗ്യാസ് ആവശ്യം കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ പൂട്ടിയിടണം. ഇതാളേ നിങ്ങൾക്ക് കാണാം, ആള് അവിടെ ഉണ്ട് കേട്ടോ. ആളാ അവിടെ നിൽക്കുന്നത് കേട്ടോ. സാധനം ഉണ്ടായി, നല്ല നീളം ഉണ്ടാവും. കാട്ടുപാമ്പ് എന്ന് പറഞ്ഞ സാധനമാണ്. പിന്നെ കടിച്ചാൽ വിഷമൊന്നുമില്ല, പക്ഷെ കടിക്കാനും അങ്ങനെ കടിക്കൊന്നുമില്ല ആള്. നല്ല സ്ട്രോങ് ആയിട്ടൊക്കെ നിൽക്കും. ഇതാണ് സാധനം. ഇതിപ്പോ 1.5 മീറ്ററൊക്കെ നീളമുണ്ട് അല്ലേ? ഇതാ നമ്മളെ പിടുത്തം എങ്ങനെയാണ്. ഇതിങ്ങനെ ചിലപ്പോൾ കയറിയില്ല, മൂപ്പര് രണ്ടാമത് ഇങ്ങോട്ടിൻ്റെ പേരാണ് കഴിക്കുന്ന കാരണം. ഇതാണ് നമ്മളെ ശാസ്ത്രീയ പിടുത്തം. ഇല്ല, വിഷമില്ല, തീരെ വിഷമില്ലാത്ത. നമ്മൾ വിഷമില്ലാത്ത പാമ്പ് വിഷമില്ല എന്ന് തന്നെ പറയാൻ പാടുള്ളൂ. കാരണം നിങ്ങളോട് വിഷമുണ്ടെന്ന് പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കാനൊന്നും പാടില്ല. തെറ്റിദ്ധരിക്കും. അതപ്പോ പാമ്പിനെ നമുക്ക് മനസ്സിലാക്കാതെ നമ്മള് പിന്നെ പാമ്പിനെ എടുത്തുകൊണ്ട് പോയത്. ഇത് ട്രിങ്കറ്റ് സ്നേക്ക് എന്ന് പറയും, മലയാളത്തിൽ കാട്ടുപാമ്പ് എന്ന് പറയും. തീരെ വിഷമില്ലാത്ത പാമ്പാട്ടോ. പണ്ട് കാലത്തൊക്കെ നമ്മളെ പിന്നെ ഓരോ പാമ്പും പേരറിയാണ്ട് ഈ ചൂഴാൻകുട്ടി, വെള്ളിക്കട്ടന്, അങ്ങനെ എന്നൊക്കെ പറഞ്ഞിക്കാണ്ട് കുറെ തച്ചു കൊല്ലും. പക്ഷെ പാമ്പിൽ കുറെ പാവപ്പെട്ട പാമ്പുകളാ. വിഷമുള്ള പാമ്പ് ആകെ ഒരു 4-5 ഉള്ളൂ. അത് രാജവമ്പാലടക്കോ. ബാക്കിയുള്ള പാമ്പിനൊന്നും വിഷമില്ല. നമ്മളിപ്പോ പല പുള്ളിയും കെട്ട് പിന്നെ വരൊക്കെ കാണും, പക്ഷെ ഒന്നിനും വിഷമില്ലാത്ത പാമ്പാ. ഇപ്പൊ ഇതൊക്കെ പാമ്പിൽ ഇറങ്ങിയാണെങ്കിൽ പാവാ, കണ്ടാല് ഡേഞ്ചർ കളറൊക്കെ ഇല്ലേ, പക്ഷെ ഒക്കെ പാമ്പുകൾ അതൊക്കെ. ഇപ്പൊ ഞാനിതിന് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് സഞ്ചിയിലാക്കി. എന്താ കാട്ടി തന്നെ ഒന്നും കാട്ടിയില്ല. അപ്പൊ ഇതൊക്കെ അതിന്റെ മേല് വേദനയായ കടിക്കുന്ന പാമ്പുകളാ. ചവിട്ടി പോയാല് അണലൊന്നും വേദന ആകണ്ട. ഇപ്പൊ ഒരു അണലൊക്കെ നമുക്ക് ഇപ്പം ഇവിടെ ഉണ്ടെങ്കിലേ നമ്മളിങ്ങനെ നടന്നാട് പോയാൽ മതി. അത് ഡേഞ്ചർ പാമ്പ്. വെള്ളിക്കട്ടനും അങ്ങനെ തന്നെ. ഒറിജിനൽ വെള്ളിക്കട്ടനും അങ്ങനെ തന്നെയാണ്. ചിലപ്പോൾ അതിന്റെ മേത്ത് ചവിട്ടൊന്നും വേണ്ട, വെറുതെ കടി കിട്ടി. ചിലപ്പോ മൂർഖന് നമുക്ക് സിഗ്നലൊക്കെ തരും. മൂർഖന്, സോഷ്യൽ വൈപ്പർ, ആ 4 പാമ്പാണ് ആകെ വിഷമുള്ളത്. മൂർഖന്, വെള്ളിക്കട്ട, അണലി, സോഷ്യൽ വൈപ്പർ, ചുരുട്ടമണ്ടലി, പിന്നെ രാജവമ്പാല അടിച്ചാൽ പിന്നെ ആള് പോല. അപ്പൊ ഇങ്ങനെയുള്ള പാമ്പുകളിൽ വിഷമുള്ളൂ, ബാക്കിയുള്ള പാമ്പിനൊന്നും വിഷമില്ല. പിന്നെ ഈ അംബിനോസർ പിറ്റ് വൈപ്പർ, അത് കടിച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ വിഷമുണ്ട്. ആള് മരണപ്പെട്ടിട്ടുമുണ്ട്. പക്ഷെ എന്താ കാരണം എന്നുള്ളത് നോക്കിക്കൊടുക്കുകയാണ്. അത് സിംറ്റംസ് എന്താ കാണിക്കുക, അതിനനുസരിച്ച് മരുന്ന് കൊടുക്കും. ആന്റിവൻ ഇല്ല. മൂർഖനൊക്കെ കടിച്ചാൽ കൊടുക്കുന്ന ആന്റിവൻ ഉണ്ടല്ലോ, അതില്ല. അത് നമുക്ക് എന്താണ് അസുഖം ഉണ്ട് അതിനനുസരിച്ചുള്ള മരുന്ന് കൊടുക്കുക, അത്രേ ഉള്ളൂ. ബാക്കിയുള്ള ഈ 4 പാമ്പിനും ആന്റിവൻ ഉണ്ട്. മൂർഖന്, അണലി, വെള്ളിക്കട്ടൻ, ചുരുട്ടമണ്ടലി, ഈ 4 സാധനത്തിന് ആന്റിവൻ ഉള്ളൂ. പിന്നെ ഈ മറ്റെന്താണ് പറയാ, ഈ പൂച്ചക്കണ്ണൻ പാമ്പ്, അങ്ങനെയുള്ള പാമ്പുകളൊക്കെ ഉണ്ട്. അതിന്റെ ഒരു ഏരനെ കൊല്ലാനുള്ള വിഷമുണ്ട്. ആൾക്ക് അപകടമുള്ള വിഷമില്ല. ഇല്ല. അപ്പോൾ ഇങ്ങനെയുള്ള പാമ്പുകളൊക്കെ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ കുറെ നമുക്കൊക്കെ ഒരു മനസ്സമാനം. ഇതൊക്കെ ചേരയാ ശരിക്കും. ചേര എന്ന് പറഞ്ഞാൽ പേരുകൊണ്ട് മാറ്റം ഉണ്ടെന്നുള്ളൂ. ചേരന്റെ വർഗ ചേരനപ്പം നമ്മൾ മുറ്റത്തോ തൊടിയിലോടെ കണ്ട് നമ്മളെന്ത് ചെയ്യുമോ, ആട്ടിവിടും. ഇതും അതുപോലെയുള്ള ആട്ടിവിടാനുള്ള പാമ്പുകളൊക്കെ. പക്ഷെ ഇതിന് മേലെ
കെട്ടുപുള്ളിയൊക്കെ ഉണ്ടാവുമ്പോ നമുക്ക് പേടി. പേടിയാ. എന്നാ ആയിക്കോട്ടെ. നമ്മളെ പെരുമ്പാമ്പിന് എന്താ ചെയ്യാ?